ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. ചോദ്യം എന്നതിനേക്കാൾക്കുപരി എൻ്റെ ഒരു സന്ദേഹമാണ്. മുൻ ജസ്റ്റിസായിരുന്ന MN വെങ്കടചലയ്യ പറയുന്നുണ്ട്, ജനാധിപത്യം ഈ ഭൂരിപക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. ജനാധിപത്യം എപ്പോഴാണ് ഒരു പങ്കാളിത്ത ജനാധിപത്യമാകുന്നത്, എപ്പോഴാണ് ഇൻക്ലൂസീവായ ഒരു ജനാധിപത്യമാവുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാനാവൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെഹ്റു 1950 തോന്നുന്നു അശോക സ്തംഭത്തിലെ ലിഖിതങ്ങൾ, അതിലെഴുതി വെച്ച എഴുത്തുകൾ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മൾ മറ്റൊരു മതത്തിൻ്റെ, മറ്റൊരു സംസ്കാരത്തിൻ്റെ വിശ്വാസങ്ങളെ, രീതികളെ എപ്പോഴാണോ അംഗീകരിക്കുന്നത്, അപ്പോൾ നമ്മുടെ മതവും നമ്മുടെ സംസ്കാരവും അംഗീകരിക്കപ്പെടുകയാണ്. നമ്മളത് മറ്റൊന്നിനെ എതിർക്കുമ്പോൾ, മറ്റൊന്നിനെ എതിർക്കുക എന്ന് വെച്ചാൽ വിമർശനപരമായിട്ട് എതിർക്കുന്നതിനെ കുറിച്ചല്ല, മറ്റൊന്നിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ മതവുമാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏതാണ്ട് അതിനോട് സമാനമായ വരികൾ, അശോക സ്തംഭത്തിൽ എഴുതി വെച്ച വരികൾ ഉദ്ധരിച്ചുകൊണ്ട് നെഹ്റു ഈ മതേതരത്വം അല്ലെങ്കിൽ മറ്റ് ഇതര സംസ്കാരങ്ങളോടുള്ള സഹിഷ്ണുത, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് 2024 നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? അശോകനിൽ നിന്ന്, ഗാന്ധിയിൽ നിന്ന്, ബുദ്ധനിൽ നിന്ന്, നെഹ്റുവിൽ നിന്ന് ഒക്കെ നമ്മൾ എത്രയോ പുറകിലോട്ട് സഞ്ചരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ജനാധിപത്യപരമായും മതേതരത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാവനകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, അതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ ഈ മതം അതിൻ്റെ അള്ളിപ്പിടുത്തങ്ങൾ നടത്താൻ ചില വ്യക്തികളെ കാലത്തിൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ ഉപയോഗിക്കാറുണ്ട്. അതിലൊരു വ്യക്തിയുടെ പേരാണ് ശങ്കരാചാര്യർ. ഈ രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ജോമി തന്നെ എന്നോട് ഇറങ്ങിപ്പോടൂ എന്ന് പറഞ്ഞേക്കും. ഒരുപക്ഷെ ഗാന്ധിയെ കുറിച്ചാവും. അതായത് രണ്ടാമത്തെ വ്യക്തി, സ്വാഭാവികമായിട്ട് എനിക്ക് എതിർ ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ വ്യക്തി ഗാന്ധിജിയാണ്. ഞാൻ ഗാന്ധിജി എന്ന് വിളിക്കുന്നത് അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ചലനാത്മകമാക്കുന്നതിൽ വഹിച്ച പങ്കിനോടുള്ള എല്ലാ ആദരവും എൻ്റെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്ന് കരുതി അദ്ദേഹം വിമർശനാതീതനാണ്. ഇപ്പോൾ നമ്മുടെ തങ്ങൾ വിമർശനാതീതനാണ്, തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത്. ഇതുതന്നെയാണ് മറ്റൊരും പറയുന്നത്, നരേന്ദ്രമോദിയെ വിമർശിക്കരുത്. ഫാസിസ്റ്റുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അതായത് തങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ RSS ആയി എന്ന് ഒരു കൂട്ടർ, പിന്നെ നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ നിങ്ങൾ രാഷ്ട്രദ്രോഹിയായി എന്ന് രവിചന്ദ്രനെ പോലും വിമർശിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ ഗാന്ധിജി വിമർശനാതീതനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഗാന്ധിജി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഗാന്ധിജി എന്ന് വിളിക്കാതെ മിസ്റ്റർ MK ഗാന്ധി എന്ന് മാത്രം സംബോധന ചെയ്ത് സംസാരിച്ച ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം നൽകിയ ഒരു ഭരണഘടന നിലനിൽക്കുന്നൊരു രാജ്യത്തിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അംബേദ്കർ നേതൃത്വം നൽകിയ എന്ന് പറയുമ്പോൾ അംബേദ്കറെ പോലുള്ള ആളുകൾ പോലും ഈ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുന്ന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ഗാന്ധിയും നെഹ്റുവും ഒക്കെ അവരുടെ ഹൃദയത്തിൽ പുലർത്തിയിരുന്ന ജനാധിപത്യ ബോധമല്ലേ യഥാർത്ഥം? അല്ല ഒറ്റ ഞാൻ അതിലേക്ക് തന്നെ പറയണത്. അപ്പോൾ പക്ഷേ ഗാന്ധിയെ ആ രീതിയിൽ വിമർശനാത്മകമായിട്ടാണ് അംബേദ്കർ ഉൾക്കൊണ്ടിരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗാന്ധിജി എന്താണ് ചെയ്തത്? ഗാന്ധിജി യഥാർത്ഥത്തിൽ ഇപ്പോൾ ജോമി പറഞ്ഞ ആ പ്രശ്നം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണഭൂതനായിട്ടുണ്ട്. കാരണഭൂതൻ എന്നുള്ള വാക്ക് ഇന്ന് വളരെ ഒരു ട്രോളിങ് വേർഡാണ്. അത് അതിൻ്റെ സാരസ്യം, പൊളിറ്റിക്കൽ സാരസ്യം നമുക്ക് നിലനിർത്താം. ഈ കാരണഭൂതനായിട്ടുണ്ട്. അതിനും കാരണം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ പൊതുസമൂഹത്തിലെ ഈ മതാത്മകത പറഞ്ഞില്ലേ, നമ്മൾ പിന്നോട്ടാണോ പോകുന്നത് ഒരു ഭയം തോന്നിയില്ലേ? ആ ഭയം തോന്നുന്നതിന് കാരണമായ ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഗാന്ധി എന്ന് പറയുന്ന സാമൂഹിക രാഷ്ട്രീയ
നേതാവിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗാന്ധിജി പശു രാഷ്ട്രീയം, ഈ പശുവിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഒരാൾ ബുദ്ധനാണ്. പക്ഷെ ബുദ്ധൻ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ അപകടം ഗാന്ധിജി പശുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രകടനത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ പശു മറ്റേ ഗോവധത്തിനെതിരെയുള്ള നിലപാടെടുത്തിരുന്നു? ഗോവധത്തിനെതിരെയുള്ള നിലപാട് ഗാന്ധി സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നത് ഗോവധ നിരോധന പ്രസ്ഥാനം. രണ്ടാമത്തെ കാര്യം, ഗാന്ധിജി ചെയ്തൊരു ഇത് ഇന്ത്യയെ രാമരാജ്യം എന്ന് വിളിച്ചു. ഇന്ത്യയെ രാമരാജ്യം എന്ന് വിളിച്ചപ്പോൾ ഇനി മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖലീഫ ഉമറിൻ്റെ ഭരണമാണെന്നും പറഞ്ഞു. മനസ്സിലായി? പിന്നെ ക്രിസ്തു രാജ്യത്തെ കുറിച്ച് പറയുന്നത് ഹിന്ദുസ്ഥാനിന്റെ ഇമാമാണ് രാമൻ എന്നാണ്. അതെ. അപ്പൊ നമുക്ക് രാമൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ രാമനെ കാണുന്നത് പോലെ, ഇന്നിപ്പോ രാമനെ ഒരുപക്ഷം ആളുകൾ ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. സ്വാമിക്ക് പോലും രാമൻ എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് പറയേണ്ട ഒരവസ്ഥയാണ് ശ്രീരാമൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ അർത്ഥത്തിലല്ലല്ലോ മുമ്പ് രാമനെ വിവക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഇക്ബാലിന്റെ മറ്റേ പ്രസ്താവന ഹിന്ദുസ്ഥാന്റെ ഇമാമാണ് രാമൻ എന്ന അത് അങ്ങനെ ഇരിക്കട്ടെ, അതൊക്കെ പറഞ്ഞു, അതല്ല പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് പ്രശ്നം വന്നു? ഗാന്ധിജി ഒരു ചോദ്യം കൂടെ ഉണ്ട്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ സ്വാമി പ്രധാനമായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ കാര്യമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊന്ന്, ഗാന്ധിയുടെ രാമരാജ്യമാണോ ഗോഡ്സെ ഉയർത്തിപ്പിടിച്ച രാമരാജ്യം? അതാണോ ഇന്ന് RSS പറയുന്ന രാമരാജ്യം? അടിസ്ഥാനപരമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, അതൊക്കെ സ്വാമി സൂചിപ്പിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഗാന്ധിയുടെ രാമരാജ്യം, ഗാന്ധി രാമരാജ്യം എന്ന് വിളിച്ച ഈ രാജ്യത്ത് ഒരു രാമക്ഷേത്രം പണിയുന്നതിൽ എന്താണ് തെറ്റ്? എല്ലാവരും ജയ് ശ്രീറാം വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ലോജിക്കാണ് ഗുജറാത്തിലെങ്കിലും ആരുപയോഗിച്ചിട്ടുള്ളത്? BJP വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടെ ലഘുലേഖകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അവർ ഗാന്ധിയുടെ രാമരാജ്യമാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. പക്ഷേ ഈ ഗാന്ധിയുടെ രാമരാജ്യം ഇതല്ല എന്ന് പറയാനുള്ള മതേതര ചേരിയുടെ അവകാശം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരത് പറഞ്ഞോ? അത് കൃത്യമായി അല്ല, അത് അവിടേക്ക് വരികയാണ്. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇങ്ങനെ നിരവധി ഘടകങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഈ 1921 മാപ്പിള ലഹള, ആ ഇഷ്യൂയിലും ഗാന്ധി ഇടപെട്ട ഒരു രീതിയുണ്ട്. ശരിക്കും അത് എന്താ ഉദ്ദേശിക്കുന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അനുകൂലിച്ചതാണോ സ്വാമി സൂചിപ്പിക്കുന്നത്? അതോ മാപ്പിള ലഹള നടന്നുകൊണ്ടിരിക്കുന്നു, അതിനകത്ത് മാപ്പിള ലഹളയിൽ മലബാറിൽ നടക്കുന്നത് അങ്ങേയറ്റം അധിക്ഷേപാർഹമായ കലാപമാണ് എന്ന് ഗാന്ധി പറയുന്നതാണ്? അത് അങ്ങേയറ്റം അധിക്ഷേപാർഹമായ കലാപമാണെന്ന് പറഞ്ഞത് മാത്രമല്ല, ഇത് മുസ്ലിമിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂവിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് വൈകാരികമായിട്ട് കണ്ണി ചേർക്കാൻ ശ്രമിക്കുന്നത് വഴി മതത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഒരു എന്താ പറയുക ഇന്ധനമാക്കാൻ ഗാന്ധിജി ശ്രമിച്ചു, വഴി തുറന്നു. പക്ഷേ അതേസമയം തന്നെ അതിനു മുൻപ്, ഗാന്ധി കടന്നു വരുന്നതിന് മുൻപുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മിക്കവാറും ഈ ഹൈന്ദവ ആചാരങ്ങളാലും ഹൈന്ദവ രീതികളാലും നിയന്ത്രിക്കപ്പെട്ട ഒരു വളരെ ചുരുക്കം ന്യൂനപക്ഷം എന്ന് വിളിക്കാവുന്ന ഹിന്ദുമത വിശ്വാസികൾ, പങ്കാളിത്തമില്ലെന്നൊന്നും പറയുന്നില്ല. ഇപ്പം തുടങ്ങുന്നത് അലൻ ഒക്ടേവിയസ് ഹ്യൂമാണ്. അതിൻ്റെ ആദ്യകാലത്ത് പ്രസിഡന്റുമാരിൽ ആരും ഹിന്ദുക്കളായിരുന്നില്ല. പക്ഷെ എങ്കിലും കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയായിരുന്നു ഗാന്ധി വരുന്നത് വരെയെങ്കിലും. അതിൻ്റെ പ്രക്ഷോഭങ്ങളിൽ സ്വാതന്ത്ര്യ സമര പരിപാടികൾ എന്ന് പറയുന്നത് ഒരു ചടങ്ങ് പോലെ, ഒരു വാർഷികമായിട്ട് എല്ലാ വർഷവും നടത്തിപ്പോരുന്ന ചില പരിപാടികളുണ്ടല്ലോ, സ്ഥിരം പരിപാടികൾ നടത്തുന്ന പോലെ നടത്തുന്ന ഒരു സംഘടന മാത്രമായിരുന്നു അത്. അതിനെ എങ്ങനെയാണ് ഒരു പൊതുജന സ്വഭാവമുള്ള ജനപങ്കാളിത്തമുള്ള ഒരു വലിയ മുന്നേറ്റമാക്കി മാറ്റുക എന്നുള്ളത് ഗാന്ധിയുടെ മുമ്പിലുള്ള ഒരു വലിയ സമസ്യയാണ്. കർഷകരെ കൂട്ടിച്ചേർക്കണം, സാധാരണക്കാരെ കൂട്ടിച്ചേർക്കണം, വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർക്കണം, പണിയെടുക്കുന്നവരെ കൂട്ടിച്ചേർക്കണം, അഭിഭാഷകരെ കൂട്ടിച്ചേർക്കണം, മുസ്ലിങ്ങൾ ഉണ്ടാവണം. ഈ സമരമുഖത്തേക്ക് എല്ലാവരെയും അണിനിരത്തുന്നതിനാവശ്യമായ ഒരു തന്ത്രം ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതന്നെ പറഞ്ഞേ. ആ തന്ത്രത്തിൽ ഗാന്ധിജി മതത്തെ ഉപയോഗിച്ചുവെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തെറ്റോ ശരിയോ എന്നുള്ള വിലയിരുത്തലിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം അതിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമയപരിധിയിൽ അത് നിൽക്കില്ല. അപ്പോൾ ഗാന്ധിജി അത് ഉപയോഗിച്ചു. ഇതിൽ കൂടെ എന്ത് സംഭവിച്ചു?
മതാത്മകമായ ഒരു രാഷ്ട്രീയ ഘടന ഇന്ത്യയുടെ സ്വഭാവമാക്കി ആധുനിക കാലഘട്ടത്തിലും രൂപപ്പെടുന്നതിനുള്ള വഴി തുറന്നു. അതിനു മുൻപ് തന്നെ ഈ മതാത്മകത ഇന്ത്യൻ ഒരു മറ്റേ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ സൂചിപ്പിച്ചത്. കോൺഗ്രസിന്റെ മാത്രമല്ല, ലീഗ് 1906 മറ്റോ സ്ഥാപിക്കപ്പെടുന്നു. അത് മാത്രമല്ല, മറ്റൊന്ന്, ഇന്ത്യ എന്നത് അടിസ്ഥാനപരമായി 2 രാജ്യങ്ങളാണെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പഞ്ചാബിൽ 1913-ലോ 15-ലോ, എനിക്ക് വർഷം കൃത്യമായിട്ട് ഞാൻ ഓർമ്മ, 16-ലാണ് അത് ലാൽചന്ദ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഹിന്ദു മഹാസഭ പിന്നീട് ഉണ്ടാവുന്നത്. പിന്നീട് അതിനെ തുടർന്നാണ്. അപ്പോൾ ഈ ലാൽചന്ദ് ആണ് പലരും വിചാരിച്ചിരിക്കുന്നത്, പലരും പറയുന്നത് ജിന്നയാണ് രാഷ്ട്രവാദത്തിന്റെ വിത്ത് പാകിയ ആദ്യത്തെ ആൾ എന്നാണ്. അല്ല, ജിന്നയല്ല. ജിന്നയ്ക്കും മുൻപ് പലരും സവർക്കറുടെ പേരും പറയും. സവർക്കർക്കും മുമ്പ് ലാൽചന്ദ് ഇങ്ങനെ പറയുന്നത് ഇത് 2 ദേശങ്ങളാണ് എന്നുവെച്ചാൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുമിച്ച് ഒരു രാജ്യമായിട്ട് കഴിയാനാവില്ലെന്ന് ഈ വിഭജനത്തിന്റെ ഒന്നാമത്തെ പരസ്യ പ്രഖ്യാപനം നടത്തുന്നയാൾ ലാൽചന്ദ്, അതിനുശേഷം സവർക്കറാണ്. അപ്പോൾ ഇപ്പൊ ഗാന്ധി തന്ത്രപരമായി അപകടമില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ ഇതൊക്കെ ശരിയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഗാന്ധിയിൽ ഇതിന്റെ ഒരു കുറ്റാരോപണമല്ല നടത്തിയത്. അതായത് ആധുനിക ജനാധിപത്യ പ്രക്രിയയുടെ, രാഷ്ട്രീയ പ്രക്രിയയുടെ വ്യവസ്ഥയിലേക്ക് മതാത്മകതയുടെ ഒരു വലിയ സ്വാധീനം, അതിപ്പോൾ ഈ തങ്ങളുടെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ധ്വനി വരെയായിട്ട് വന്ന് നിൽക്കുകയാണത്. അത് ഞാൻ അതിനെ ഈ വീണ്ടും ചോദ്യങ്ങൾ കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധി ഉപയോഗിച്ച മതമല്ല ഇന്ന് ഈ വർഗീയവാദികൾ. അല്ല, ഞാൻ പറഞ്ഞു തരാം. അതന്നെ ഞാൻ പറഞ്ഞു തരാം. ഗാന്ധിയെ സംബന്ധിച്ച് ഈ മതം എന്ന് പറയുന്നത് ഈശ്വര അള്ള തേരെ നാം എന്നാണല്ലേ, എങ്ങനെയല്ലേ ഗാന്ധി പറയുന്നത്? അതൊക്കെ പറയാൻ അതിപ്പോ നമ്മുടെ ഗോപാലകൃഷ്ണനും പറഞ്ഞു. ഈ ഗാന്ധി ഈ നമ്മൾ ഇന്ന് കരുതുന്ന രീതിയിൽ, ഇന്ന് പറയുന്ന രീതിയിൽ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു. ഞാൻ എങ്ങനെ ഹിന്ദു വിശ്വാസിയായിരിക്കും അതേ അളവിൽ തന്നെ ഞാൻ ക്രിസ്ത്യാനിയുമാണ്, മുഹമ്മദിനുമാണ് എന്ന് ഗാന്ധി. അല്ല, അതൊക്കെ ശരിയാ. ഇപ്പൊ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മരിച്ചുപോയൊരു അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തിനെ ക്രിസ്തു എന്ന് വിളിച്ചാൽ എന്താ വിരോധം? ദൈവം ക്രിസ്തുവാണ്, യഹോവയാണ്, പേര് വിളിക്കുന്നതിൽ ഒരു എൻ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാൾ എന്ത് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ല, ഞാൻ അവിടെ എല്ലാം പറഞ്ഞു വരുന്നില്ല. അതുമായിട്ട് ഗാന്ധിയുടെ പ്രസ്താവനകൾ കാണാൻ കഴിയുമോ? ഗാന്ധിജിയുടെ ഈ മോഡേൺ ഇതിലേക്കുള്ള മതാത്മകതയുടെ, 2 മതാത്മകതയുടെയും ഒരു ജനകീയ ഇത്, മറ്റതൊക്കെ ഒറ്റപ്പെട്ട, എന്താ പറയുക, നമ്മളതിനെ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ. ഞാൻ അതിനെ വിലയിരുത്തുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പം ഞാനിത് വിയോജിക്കാനുള്ള നമ്മുടെ ഒരു സംവാദത്തിനും വിയോജിപ്പിനുമുള്ള ഒരു അവകാശമാണല്ലോ ശരിക്കും ജനാധിപത്യത്തിന്റെ കാതൽ. അത് നമ്മുടെ എവിടെയെങ്കിലും നിലനിൽക്കണം. തീർച്ചയായിട്ടും ഇത്തരം സംഭാഷണങ്ങളിലെങ്കിലും അത് ഉണ്ടാവുകയും വേണം. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനോട് വിയോജിക്കാനാണ്. കാരണം ഈ പൊതുവെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ ഈ മുസ്ലിങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പം അത് അവരെ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഭാഗമായി ഗാന്ധി ഉപയോഗിച്ച ചില തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതെ, തന്ത്രമാണ്. തന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധി തന്ത്രജ്ഞനായിരുന്നു. അല്ല, ആനന്ദ് എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റൂല. ആനന്ദ് അത് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ശരിയോ തെറ്റോ, സ്വാമി അത് തെറ്റെന്ന് പറയുന്നു. പക്ഷെ എനിക്കതിനെ മതത്തെ ദുരുപയോഗിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല അവിടെയാണ് ജോമിക്ക് തെറ്റ് പറ്റുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റെന്നുള്ള വാക്ക് ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത് ആദ്യം. അതായത്, ഞാൻ തെറ്റും ശരിയും കണ്ടെത്താനല്ല ശ്രമിക്കുന്നത്, ഞാൻ സംഭവിച്ചതിൻ്റെ ഒരു വിശകലനം നടത്തി പോവുക മാത്രമാണ്. തുടരാം. അപ്പോൾ ഗാന്ധിജി അങ്ങനെ ചെയ്തു. ആധുനികത്തിലും ഈ മതാത്മകതയ്ക്ക് ഒരു പ്രസക്തി, ജനകീയമായ പിൻബലത്തോടു കൂടിയ ഒരു പ്രസക്തി ഉണ്ടാക്കിയെടുത്തു. ഗീതയും ഖുറാനും ബൈബിളും വായിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനങ്ങളെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗ വേദികളുമാക്കി മാറ്റി. അങ്ങനെയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഫലം വന്നു കഴിഞ്ഞത് അവസാനം എന്താ? ഇന്ത്യ പാക് വിഭജനം വന്നു. അത് ഇതിൻ്റെ ഫലമല്ല. മറ്റേ ഇതിൻ്റെ ഫലമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് ഇന്ത്യ പാക് വിഭജനം വന്നു. ഈ ഇന്ത്യ പാക് വിഭജനം വന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മറികടക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി. ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുക്കളുടെ ആകണം എന്നുള്ള ആവേശവാണികൾ, അവർക്ക് മുസ്ലിങ്ങൾക്കൊരു രാജ്യമാവാമെങ്കിൽ
എന്തുകൊണ്ട് ഹിന്ദുക്കളായ നമ്മൾക്കൊരു രാജ്യമായിക്കൂടാ എന്ന ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ ഒരു സ്വാഭാവിക യുക്തി, ഞാൻ പറയുന്നത് ഒരു പ്രത്യയശാസ്ത്ര യുക്തിയല്ല, സ്വാഭാവിക യുക്തി ഇങ്ങനെ ഉണ്ടായി വന്ന ഒരു സന്ദർഭത്തിലാണ് ഗാന്ധിജി ഈ പാകിസ്ഥാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ നീതിയുക്തമായ ഭാഷയിൽ തന്നെ വാദിക്കുന്നത്. അതിൽ പ്രകോപിതനായ ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു. അങ്ങനെയാണ് ഗോഡ്സെയുടെ തന്നെ മൊഴി പറയുന്നത്. അപ്പോൾ ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നപ്പോൾ, ഗോഡ്സെ ഹിന്ദുരാഷ്ട്രവാദിയായിരുന്നു, അദ്ദേഹം RSSൽ പോയിട്ടുണ്ട്, ഹിന്ദു മഹാസഭയുടെ ഇതായിരുന്നു, ഇവരോടൊക്കെ അദ്ദേഹം പിണങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ രേഖകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഹിന്ദുരാഷ്ട്രവാദം എന്നുള്ളതിൽ നിന്ന് വിട്ട് മാറാത്ത ഒരാളാണ്, അത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഹിന്ദുരാഷ്ട്രവാദിയായ ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നതോടുകൂടി ഗാന്ധിജിയുടെ രക്തം കൊണ്ട് നമ്മൾ ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു എഴുതിയെടുത്തതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത്. ഗാന്ധിജി മരിച്ചില്ലായിരുന്നു എന്നൊക്കെയാ. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ മാറുമായിരുന്നു. എന്തായാലും ഈ ഗാന്ധി വധം ഒരുപക്ഷെ സംഘപരിവാർ ആസൂത്രണം ചെയ്ത ഒരു വലിയ പദ്ധതിയെ തകർക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പിന്നെ തുടർന്ന് പറഞ്ഞതിനോട് ഇപ്പൊ ഗാന്ധിയെ എങ്ങനെ സ്വീകരിക്കുമായിരുന്നു, അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗാന്ധി അങ്ങനെ അതിനൊക്കെ എനിക്ക് തെളിവുകളുണ്ട്. ഞാൻ അതിന്റെ പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ഈ വിഭജനത്തോട് അനുബന്ധിച്ച് ഗാന്ധി എടുത്ത നിലപാട്, പാകിസ്ഥാന് നീതിയുക്തമായ ഒരു കോമ്പൻസേഷൻ നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗാന്ധിയുടെ നിലപാട്, ആ നിലപാടിൽ ക്രുദ്ധനായാണ് ഗോഡ്സെ ഗാന്ധിയെ വധിച്ചത് എന്ന് പറയാനാവുമോ എന്ന് സംശയമുണ്ട്. കാരണം ഗാന്ധിയെ വധിക്കാൻ നടന്ന നിരവധിയായ ശ്രമങ്ങളിൽ അവസാനത്തേതായിരുന്നു 1948 അതായത് അപ്പൊ സുദീർഘമായ ഒരു പദ്ധതിയുടെ പര്യവസാനമായിരുന്നു അത് എന്ന് ഞാൻ ഗാന്ധി ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയ ഒരു കാര്യം, ഈ ഗാന്ധിസത്തിൽ ഗാന്ധിയോടുകൂടി മുസ്ലിം വിദ്വേഷവും ക്രിസ്ത്യൻ വിദ്വേഷവും കമ്മ്യൂണിസ്റ്റ് വിദ്വേഷവും കൂട്ടിച്ചേർത്താൽ അത് RSS ആവും. ഗാന്ധിസത്തോടു കൂടി ഈ 3 വിദ്വേഷം കൂടി കൂട്ടിച്ചേർക്കണം. കൂട്ടിച്ചേർത്താൽ അത് RSS ആവും. RSSൽ മുസ്ലിം സ്നേഹവും ക്രിസ്ത്യൻ സ്നേഹവും കമ്മ്യൂണിസ്റ്റ് സ്നേഹവും കൂട്ടിച്ചേർത്താൽ അത് ഗാന്ധിയൻ പരിവേഷമുള്ളൊരു പ്രസ്ഥാനമായിട്ട് അത് മാറും. അല്ല, അത് എല്ലാം അങ്ങനെയാണല്ലോ എല്ലാത്തിലും. പക്ഷെ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഗാന്ധിയോട് മറ്റേ ഇതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോഴും അത് RSS ആവുന്ന പറയും. ഗാന്ധി ഉപയോഗിച്ച മതം, ഗാന്ധിജിയുടെ പ്രശ്നം, RSS ഉപയോഗിക്കുന്ന ഗാന്ധിജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം, ഈ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായ വാദങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ഇഞ്ച് പോലും അദ്ദേഹത്തിന്റെ 1948 വെടിയേറ്റ് വീഴുന്ന ആ നിമിഷത്തിൽ പോലും മാറിയിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രമായിരുന്നല്ലോ. യെസ്. ആ ഹിന്ദു സ്വരാജിലെ പ്രത്യയശാസ്ത്രം എന്താണ് ചർച്ച ചെയ്യേണ്ടത്? ചെയ്യപ്പെടേണ്ടതാണ്. ആ ഹിന്ദു സ്വരാജ് എന്ന പദം ആണോ പ്രശ്നം? അല്ല. അതിലെ മൊത്തം നമ്മൾ ഓരോ ഇതും വായിച്ചു. അത് എനിക്ക് തോന്നുന്നു അത് മറ്റൊരു ചർച്ചയ്ക്ക് നമുക്ക് വിഷയീഭവിക്കാവുന്ന എന്താണ്. ഇപ്പൊ ഹിന്ദു സ്വരാജ് അനുസരിച്ച് ഒരു ഇന്ത്യയെ ജോമി തന്നെ അംഗീകരിക്കൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അംഗീകരിക്കില്ല. അല്ല, ഞാൻ ഗാന്ധിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയണം, ഞാൻ അംഗീകരിക്കില്ല. അല്ല, ഞാൻ ഗാന്ധിയെ കാണുന്നത് വളരെ സ്റ്റാറ്റിക്കായ, ഒട്ടും മാറ്റമില്ലാത്ത, മാറ്റങ്ങൾക്ക് വിധേയമാവാൻ തയ്യാറല്ലാത്ത ഒരു ആശയത്തിന്റെ പേരായിട്ടല്ല, നിരന്തരം നവീകരിക്കാൻ സാധ്യതയുള്ള, ആധുനികതയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിട്ടാണ് ഞാൻ ഈ ഗാന്ധിയൻ ദർശനത്തെ ഞാൻ കാണുന്നത്. ഗാന്ധിയൻ ദർശനത്തെ അല്ല, ഗാന്ധി അങ്ങനെയല്ലായിരുന്നു. അല്ല, അതുകൊണ്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഗാന്ധി ജീവിതം കൊണ്ട് അന്വേഷിക്കുന്നത് സത്യത്തെയാണ്. ആ സത്യത്തെ അദ്ദേഹം എന്തെങ്കിലും പൂർണ്ണമായിട്ടുള്ള സത്യത്തെ, കേവലമായ ഒരു ആബ്സല്യൂട്ട് റിയാലിറ്റി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ ഇല്ലെന്ന് പറയും. അപ്പോൾ അത് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ദ ട്രൂത്ത്, സത്യത്തോടുള്ള സത്യവുമായുള്ള എൻ്റെ പരീക്ഷണങ്ങൾ എന്ന് അദ്ദേഹം പേരിടുന്നു. സത്യാന്വേഷണ പരീക്ഷകൾ. ഈശ്വരനെ കുറിച്ചും ഉള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം,
ഒരു 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആവുമ്പോഴേക്കും മനുഷ്യൻ്റെ എല്ലാറ്റിനെ കുറിച്ചുള്ള സമീപനങ്ങൾ സ്ഥിരമായിട്ടുണ്ടാവും. ആ സ്ഥിരതയെ അതിലംഘിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആഫ്റ്റർ 40 നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്, നിങ്ങൾ മോഡേൺ ആണോ പ്രോഗ്രസീവ് ആണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. ശരി, പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലൊരുപക്ഷെ ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് വേഗതയിൽ ഒരുപക്ഷെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. നമ്മൾ എപ്പോഴും മാറ്റത്തിന് വിധേയമാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ പ്രത്യയശാസ്ത്രപരമായി നമ്മൾ രൂപീകരിക്കപ്പെടുന്നത് നമ്മുടെ ഒരുപക്ഷെ അത് രൂപീകരിക്കപ്പെടും, മിക്കവാറും രൂപീകരിക്കപ്പെടും. പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. ഗാന്ധിയെ സംബന്ധിച്ച് ഗാന്ധി ഈശ്വരനെ കുറിച്ചുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാട് തന്നെ ഗാന്ധി ആദ്യം പറയുന്നത് ഗോഡ് ഈസ് ട്രൂത്ത് എന്നാണ്, അല്ലേ? പക്ഷേ ജീവിതാവസാനമാകുമ്പോൾ അദ്ദേഹം അത് പറയാൻ തുടങ്ങുന്നത് ട്രൂത്ത് ഈസ് ഗോഡ് എന്നാണ്. സത്യമാണ്, ആദ്യം ഈശ്വരൻ സത്യമാണെന്ന് പറയുന്ന ഗാന്ധി പിന്നീട് അത് മാറ്റി പറയുന്നത് സത്യമാണ് ഈശ്വരൻ. അപ്പൊ ഈ സത്യത്തെയാണ് അദ്ദേഹം ഈശ്വരനായിട്ട് കാണുന്നത്. അത് നമുക്ക് ഹിന്ദു സ്വരാജ് നിർത്തുക. അത് ഹിന്ദു സ്വരാജ് നമുക്ക് എനിക്ക് തോന്നുന്ന മറ്റൊരു ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാണ്. അതങ്ങനെ എടുക്കാം. അപ്പോ ഇപ്പോ ഈ അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതിൽ ഇങ്ങനൊരു ചരിത്രപരമായ പശ്ചാത്തലമാണ് സ്വാമി ചൂണ്ടിക്കാണിക്കുന്നത് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജനക്ഷേമത്തിൽ ഊന്നിയ ഒരു ഭരണം ഉറപ്പാക്കുന്ന നില കോൺഗ്രസ് അതിൻ്റെ ആ വൈകാരികമായ ജനസ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. അതവർ ചെയ്യുന്നതിന് പകരം സ്വജനപക്ഷപാതത്തിലേക്കും അതുപോലെ അതിൻ്റെ ഗ്രൂപ്പിസങ്ങളിലേക്കും അതിൻ്റെ അധികാര ഉടമ്പടികളിലേക്കും ജനാധിപത്യത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് അവർ പോയപ്പോൾ എന്തുണ്ടായി? ആ ഗ്യാപ്പിൽ ഈ ഹിന്ദു രാഷ്ട്രവാദ രാഷ്ട്രീയം കയറി വന്നു, അവരുടെ എല്ലാ അജണ്ടകളോടും കൂടി. ഇപ്പോഴും കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ജനക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളോ പ്രയോക്താക്കളോ ആവാനുള്ള നിലവാരമോ സ്വഭാവമോ കാണുന്നില്ല. പക്ഷെ പലരും ചൂണ്ടിക്കാണിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിൽ വലിയ പ്രതീക്ഷയോടെ കാണുന്നവരുണ്ട് പലരും. സ്വാമി എങ്ങനെ വിലയിരുത്തുന്നു എനിക്കറിയില്ല. അല്ല, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഈ വ്യക്തി നന്നായതുകൊണ്ട് കാര്യമില്ല. പ്രസ്ഥാനത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് കൃത്യമായ നിലപാടുകൾ എടുക്കുകയും അത് പറയുകയും അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ വേണ്ടി തൻ്റെ അനുയായികളെയും സംഘടനയെയും സജ്ജമാക്കുകയും ചെയ്യണം. അതിൽ രാഹുൽ ഗാന്ധി പരാജയമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വയം നവീകരിക്കുക, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ജനാധിപത്യ കക്ഷി എന്ന നിലയ്ക്ക് സ്വയം നവീകരിക്കുകയും അതിൻ്റെ തെറ്റ് തിരുത്തുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്താൽ ഈ ഭീഷണിയെ പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ മതേതരം എന്നുള്ള വാക്ക് ഇന്നിപ്പോൾ ഒരു അശ്ലീലമാണ്. അത് പറഞ്ഞാൽ നമ്മളെന്തോ വൃത്തികെട്ട മനുഷ്യനായി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സർക്കാരിന്റെ ഒരു പ്രൊപ്പഗാൻഡ ഇത് ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്താണ് സോഷ്യലിസവും മതേതരത്വവും തെറ്റാണ് എഴുതി ചേർത്തത്. അത് തെറ്റാണ്. അപ്പൊ ആമുഖത്തിൽ ഈ വാക്കുകൾ പറയുന്നില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഭരണഘടനയിൽ അത് കൃത്യമായിട്ട് അംബേദ്കറുടെ അഡ്രസ്സിൽ തന്നെയുണ്ട്. അത് ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ 1949 അദ്ദേഹം പാർലമെന്റിൽ ചെയ്ത പ്രസംഗത്തിൽ തന്നെ നാം മതനിരപേക്ഷത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഖണ്ഡികയുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. അല്ല, അത് തുടർന്ന് മറ്റു പലതും ഇപ്പം നെഹ്റുവിന്റെ പ്രസംഗങ്ങളിലായാലൊക്കെ ഈ മതേതരത്വം ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തുല്യത എന്നുള്ള വാക്ക് പ്രിയാമ്പിളുണ്ട്. അപ്പൊ അത് സോഷ്യലിസം സെക്യുലറിസം എന്ന വാക്ക് അതേപടി ആമുഖത്തിൽ എഴുതി ചേർന്നു. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഈ മതനിരപേക്ഷത മതേതരത്വം എന്നുള്ള വാക്കിന് ഒരു പഠന പദ്ധതി എന്ന നിലയിൽ, ഒരു പാഠ്യപദ്ധതി എന്ന നിലയിൽ നമ്മളത് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. അവരുടെ മതേതരത്വം എന്താണ്? ഒരു മൗലവിയെ പിടിച്ച് ഒരു കസേരയിലിരുത്ത, ഒരു പള്ളിയിലച്ഛനെ പിടിച്ച് കസേരയിലിരുത്ത, ഒരു സ്വാമിയെ പിടിച്ച് കസേരയിലിരുത്ത. മതസൗഹാർദ്ദമാണ് മതേതരത്വം. അങ്ങനെ മതസൗഹാർദ്ദമല്ല മതേതരത്വം.
മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും നിലനിൽക്കാനുള്ള ഒരു ഭൂമികയാണ്. മതേതരത്വം ഉണ്ടെങ്കിൽ എല്ലാ മതങ്ങൾക്കും നിലനിൽക്കാൻ പറ്റും. ഏതെങ്കിലും മതാധിഷ്ഠിത രാഷ്ട്രത്തിൽ എല്ലാ മതങ്ങൾക്കും നിലനിൽക്കും. ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നത് അല്ല, അത് ഇത് തന്നെ ഒരു ഇന്ത്യയെ മതരാഷ്ട്രമാക്കണം എന്ന് പറയുന്ന ആളുകൾ അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് പഠിക്കാനുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് പഠിക്കാനുണ്ട്, അല്ലേ? അപ്പം അല്ല, അവരെ പിന്തുണയ്ക്കുന്നവർക്ക് അത് ധാരാളമായിട്ട് പഠിക്കാനുണ്ട്. അപ്പം മതരാഷ്ട്രം എന്നതുകൊണ്ട് നമ്മൾ നേരിടുന്ന വിപത്തുകൾ അത് സ്വാഭാവികമായിട്ടും ഇതര മതങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അപ്പൊ അതാണ് ഇങ്ങനെയുള്ള ഇവിടെ നമ്മൾ ഭൂരിപക്ഷമാകാം. ഇവിടെ ഒരുപക്ഷെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷമാകും. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അത് ന്യൂനപക്ഷമാകും. അപ്പം അത് നമ്മൾ മുൻപ് വിവേകാനന്ദനെ പോലുള്ള ആളുകളൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു സർവാശ്ലേഷിയായ ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിന്റെ നേരെ വിപരീതമാണ്. പക്ഷേ വൈചിത്ര്യം എന്ന് പറയട്ടെ, ഇപ്പോൾ എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുന്ന വിവേകാനന്ദന്റെ ദർശനം, ആ ദർശനത്തിന്റെ നേർ വിപരീതം അല്ല ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സംഘപരിവാറിനെ പോലുള്ള സംഘടനകളാണ് ഇന്ന് വിവേകാനന്ദനെ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ല, വിവേകാനന്ദന്റെ ചിത്രം മതി അവർക്ക്. വിവേകാനന്ദന്റെ ചിത്രം അല്ലെങ്കിൽ വിവേകാനന്ദന്റെ സ്മാരകങ്ങൾ, അല്ലേ? വിവേകാനന്ദന്റെ ചിത്രം മതി, ആദർശം വേണ്ട. രാമായണം, രാമന്റെ ചിത്രം മതി, രാമന്റെ മാർഗം വേണ്ട. രാമന്റെ മാർഗം വേണ്ട. ഇതൊരു വല്ലാത്ത ഒരു ദുരന്ത കാലമാണ്. ഇപ്പോ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷ. അല്ല, അതിന് കഴിയണമെങ്കിൽ നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികൾ എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങൾക്ക്, ഇടതുപക്ഷത്തെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷത്തെയും പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് നവീകരണം, ശുദ്ധീകരണം അതിൻ്റെ അകത്ത് നടത്തേണ്ടതുണ്ട്. അത് നടത്താതെയൊന്നും അല്ല. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതിന്റെ സൂചനകൾ സ്വാമി കാണുന്നുണ്ടോ ഈ പ്രസ്ഥാനങ്ങൾക്കകത്ത്? അതോ ഈ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ഇരുട്ടിലേക്ക്? അല്ല, അത് എനിക്ക് തോന്നിയിട്ടുള്ള ആകെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, ഇവർ അടി കിട്ടുമ്പോൾ ചെറുതായിട്ട് തടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു തടുക്കലാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. പക്ഷേ ഇവർ ശുദ്ധീകരിക്കാൻ തയ്യാറാവുന്നില്ല എപ്പോഴും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ കുറിച്ചുള്ള അത് ഇവർ ശുദ്ധീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഹിന്ദുരാഷ്ട്രവാദ രാഷ്ട്രീയത്തിന്റെ ബലം, മതരാഷ്ട്രവാദ രാഷ്ട്രീയത്തിന്റെ ബലം എന്ന് പറയുന്നത്. അവരുടെ ശക്തി അതാണെങ്കിൽ സമീപ ഭാവിയിലൊന്നും നമുക്കൊരു ശുഭപ്രതീക്ഷ അത് സഫലമാവാനുള്ള സാധ്യതയില്ല എന്നാണോ? അല്ല, ശുഭപ്രതീക്ഷയല്ല. ഇതെന്താന്ന് വെച്ചാല് അതായത് ഇവർ ശുദ്ധീകരിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്നു. അതാണ് ഞങ്ങളുടെ ബലം എന്ന് വിചാരിക്കുന്ന BJP ഉണ്ടല്ലോ, ഈ അഴുക്കൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്നുള്ള എല്ലാ അഴുക്കും അവർ ഏറ്റുവാങ്ങുന്നു ഞങ്ങളുടെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട്. CPM നിന്നും ബംഗാളിലും ത്രിപുരയിലും ഒരുപാട് CPM നേതാക്കളെ BJP ഉൾക്കൊണ്ടു. അത് നോക്കൂ, ഗംഗയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. എല്ലാ മാലിന്യങ്ങളും ഗംഗാനദിയിൽ വന്നു ചേർന്നാൽ അത് വിശുദ്ധമാവും എന്നാണല്ലോ ഒരു BJP MP ഈ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നതിന് ന്യായീകരിച്ചു. അതെ. അപ്പോൾ ഇതെന്തുണ്ടാവുക വെച്ചാൽ ഇതേ പ്രവണതകൾ പതുക്കെ അതിലും വരും. അതിൻ്റെ ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിളാണ് കേരളത്തിലെ BJP എന്ന് പറയുന്നത്. കേരളത്തിലെ BJP 10 നേതാക്കളുണ്ടെങ്കിൽ 10 ഗ്രൂപ്പാണ്. അത് ഇതര പാർട്ടികൾ ഉയർത്തിപ്പിടിച്ചൊരു സംസ്കാരം BJPയിലേക്ക് വന്നു. അപ്പൊ അതിനർത്ഥം മുൻപ് അവർക്ക് ആദർശാധിഷ്ഠിതമായ ഒരു പ്രവർത്തന രീതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാതെ പറയുകയാണോ സ്വാമി ചെയ്യുന്നത്? അല്ല, ആദർശാധിഷ്ഠിതമായ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ആദർശത്തിൽ പ്രത്യയശാസ്ത്രം, അതിനോടുള്ള പ്രതിബദ്ധത അവര് 100% പ്രതിബദ്ധരായിരുന്നു. അക്കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ അത് വെള്ളം ഇപ്പൊ അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പിന്നെ പണം സമ്പാദിക്കാൻ, അല്ലെ, ആ രീതിയിലേക്ക് അതിനുള്ളൊരു പാർട്ടി മാത്രമായിട്ട് അത് മാറിക്കൊണ്ട് രൂപമാറ്റം വന്നു. പക്ഷെ എങ്കിലും ഇലക്ഷൻ വിജയിക്കാനായിട്ട് നമ്മുടെ പഴയ ജാതി മത വർഗീയ നിലപാടുകളുമായിട്ട് അവർ മുൻപോട്ട് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ അസമിൽ ബീഫ് നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആളുകൾ തന്നെ പറയാൻ തുടങ്ങി ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ പറയുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാവാം ഇത്തരം ഈ വർഗീയ കാർഡുകൾ ഇടയ്ക്ക് ഇറക്കുന്നത്. ഇപ്പൊ രാമക്ഷേത്രം പണിതു, അവിടെ എത്ര വോട്ട് കിട്ടി? അവിടെ പരാജയപ്പെട്ടു. അപ്പോ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യ അതാണ് പറഞ്ഞത്, ഇന്ത്യൻ ജനതയില് അയോധ്യയിൽ പരാജയപ്പെട്ടു. ഇന്ത്യൻ ജനതയിൽ ഒരു ഉൾക്കരുത്തുണ്ട്. ഞാൻ വേറെ ചോദിച്ചോട്ടെ, അയോധ്യയിൽ രാമൻ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. വേറൊരർത്ഥത്തിൽ പറയുമ്പോൾ രാമൻ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. സത്യത്തിന്റെ രാമൻ വിജയിച്ചു എന്ന് പറയേണ്ടി വരും, അല്ലേ?
അപ്പോൾ ഇത് ഈ ജനങ്ങളുടെ ഉള്ളിൽ ഉൾക്കരുത്തുണ്ട് അവർക്ക്. ആ ഉൾക്കരുത്തിൽ കൂടെ അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഇത് തിരുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ജനങ്ങളുടെ ഉൾക്കരുത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷപ്പെടുത്താനാവില്ല. ഈ ഉൾക്കരുത്തിനെ സ്വരൂപിക്കുകയും അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ അത് ആ ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും വ്യക്തിയാരാധനാപരമാവരുത്. ലൈക്ക് അരവിന്ദ് കെജ്രിവാൾ. ഒരു ചോദ്യം ചോദിച്ചാൽ സ്വാമി എങ്ങനെ പ്രതികരിക്കും എനിക്കറിയില്ല. പിണറായിയുടെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും ഇതേ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല കോർണറുകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ടല്ലോ. ഏത് വ്യക്തിയധിഷ്ഠിതം എന്ന ഒരു ആക്ഷേപം ഉണ്ടാവുന്നുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയധിഷ്ഠിതമായ പ്രഭാവം ഉണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിനോട് പാർട്ടി ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം ഇറങ്ങും. കാരണം അദ്ദേഹത്തിന് മേലെയാണ് പാർട്ടി എന്നൊരു ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പാർട്ടി എങ്ങനെ പറയുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതിന് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതുണ്ട്. പാർട്ടിയാണോ വലുത് അതോ പിണറായിയാണോ വലുത് എന്നൊരു ചോദ്യം വരുന്നത്. പക്ഷെ എന്തായാലും അദ്ദേഹം തന്നെ സ്വയം പറയുന്നത് പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് വിധേയനാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ചർച്ച ഇവിടെ ഉപസംഹരിക്കാം അല്ലേ? ഒരു രണ്ട് പ്രസക്തമായ ചോദ്യങ്ങളുമായിട്ട് ആശയങ്ങളുമായിട്ട് നമ്മൾ സംബന്ധിച്ചു. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാന്ന് പറയുന്നത് എളുപ്പമല്ലാന്ന് തോന്നുന്നു. അതെ, ഉത്തരങ്ങൾ പറയാൻ എളുപ്പമല്ല, പക്ഷെ നമ്മൾ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കണം. ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഒരുപക്ഷെ അതിൽ പരാജയപ്പെട്ടാൽ നന്ദി. ഓക്കെ, ശരി.